നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതുവരെ നിന്റെ തീരുമാനത്തിനനുസരിച്ച നിന്റെ ജീവിതം മുന്നോട്ട് പോയത് അത് ചൂണ്ടിക്കാണിക്കാനാ ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇനി എന്റെ ഇഷ്ടം കൂടെ പരിഗണിക്കണം. അതൊരു പക്ഷെ നിനക്ക് നല്ലതായി വന്നെങ്കിലോ എന്നല്ല, നല്ലതാകും. അതെനിക്ക് ഉറപ്പുണ്ട്. ശാലിനിക്ക് പകരം മറ്റൊരു പെൺകുട്ടി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലമ്മേ. ഉറപ്പ്? ഉറപ്പ്. ശരി, നിന്റെ ഇഷ്ടം. പ്രായപൂർത്തിയായ ഒരു പുരുഷന് നിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധിക്കാനാവില്ല, പ്രത്യേകിച്ച് കല്യാണ കാര്യത്തിൽ. അത് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഒപ്പം എനിക്കും എന്റേതായ തീരുമാനങ്ങളുണ്ട്. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. മുമ്പൊരു വട്ടം കുഴഞ്ഞു വീണപ്പോ ഡോക്ടർ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത് സംഭവിച്ചത് നന്നായെന്നാ. അല്പം വൈകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലെന്ന്. ഇത്രയും ടാബ്ലറ്റ്സ് ഒരു ദിവസം ഞാൻ കഴിക്കുന്നത്. അതിലൊരെണ്ണം, ഒറ്റയൊരെണ്ണം മുടങ്ങിയ ഈ സത്യഭാമ പിന്നെയില്ല. സത്യഭാമ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അപമാനിച്ചു വിട്ട നീ താഴേക്ക് വരാതിരുന്ന അത് ഞാൻ മുടക്കും വിഷ്ണു. അമ്മേ, എന്തായാലും ഉടനെ ഈ വീട്ടിലൊരു ചടങ്ങ് നടന്നേ പറ്റൂ. ഒന്നുകിൽ നീ ഞാൻ പറയുന്ന പെണ്ണിന് പുടവ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ തളത്തിൽ കൂടി പൊതിച്ചു കിടക്കും. നീ പേടിക്കണ്ട, നീ കാരണമാണതെന്ന് ആരും അറിയില്ല. എല്ലാം കൊണ്ടും നിനക്ക് ഗുണമേ ഉണ്ടാവൂ. നിന്റെ അച്ഛൻ പരിഹസിക്കുന്നത് പോലെ സുഗ്രീവാജ്ഞകൾ കൊണ്ട് നിങ്ങളെയൊക്കെ വിലക്കാൻ പിന്നെ ഈ സത്യഭാമ ഉണ്ടാവില്ല. നിനക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ തേടി പിടിച്ചു കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കാം, ഇവിടെ തന്നെ. പക്ഷേ സ്വാഭാവിക മരണമോ ആത്മഹത്യയോ ആവില്ല സത്യഭാമയുടെ മരണം. കൊലപാതകം ചെയ്തയാളെ അത് ജീവിതാവസാനം വരെ വേട്ടയാടും. ഇനി നിനക്ക് തീരുമാനിക്കാം. ഇന്നത്തേക്ക് വേണ്ടി നിനക്ക് ഞാൻ എടുത്തു വെച്ച ഷർട്ടായത്. കഴിഞ്ഞ വിഷുവിന് നീ എനിക്ക് എടുത്തു തന്ന കോടിമുണ്ട് ഉപയോഗിക്കാതെ എന്റെ അലമാരയിൽ ഭദ്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആരേത് ഉപയോഗിക്കണമെന്നുള്ളത് നിന്റെ തീരുമാനമാണ്. ഒരുങ്ങി താഴെ എത്താൻ നിനക്ക് മുന്നിൽ 10 മിനിറ്റാ ഉള്ളത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.